ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും പുതിയ മന്ത്രിമാർ. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജി നൽകി. വികസന പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാനത്തിന് അർഹമായ പണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 141 അടിയിൽ തുടരുന്നു. കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1300 ഘനയടിയായി ഉയർത്തി തമിഴ്നാട്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 75 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായി ചുമതലയേൽക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇന്ന് ചേർന്ന LDF യോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 29-ന് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ഇരുവരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. LDFൽ നേരത്തെയുള്ള തീരുമാനമാണ് നടപ്പാക്കുന്നതെന്നും EP ജയരാജൻ അറിയിച്ചു. മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ഇന്ന് രാവിലെ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായാണ് ഇരുവരും രാജിവെച്ചത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് ടേം പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ വകുപ്പായിരുന്നു KSRTC എന്നും ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മന്ത്രി ആന്റണി രാജു തിരുവനന്തപുരത്ത് പറഞ്ഞു. തനിക്ക് ലഭിക്കുന്ന വകുപ്പിനോട് നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സത്യസന്ധതയോടെയും വിനയപൂർവ്വവും തന്റെ ചുമതല ഏറ്റെടുക്കുമെന്നും ശ്രീ കടന്നപ്പള്ളി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാനത്തിന് അർഹമായ പണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന് ഔദ്യോഗിക സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സംയുക്ത പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ സാമ്പത്തികമായി ഞെരുക്കുന്ന അവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നവകേരള സദസ്സ്. അർഹമായ പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. 1,07,500 കോടിയുടെ കുറവാണ് ഇപ്പോഴുള്ളത്. രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളുടെ നിരാകരണമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പര്യടനത്തോടെ പൂർത്തിയായി. മഞ്ചേശ്വരം മുതൽ വട്ടിയൂർക്കാവ് വരെ 36 ദിവസങ്ങളിലായി പര്യടനം പൂർത്തിയാകുമ്പോൾ ധൈര്യമായി മുന്നോട്ടു പോവുക, ജനങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനും അംഗരക്ഷകൻ S സന്ദീപിനുമെതിരെ ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഇത്. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് നൽകിയ ഹർജിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജലജ റാണിയുടേതാണ് ഉത്തരവ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചു വരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിൽ ചൊവ്വാഴ്ച രാവിലെ 10:30-ന് തളിപ്പറമ്പ് നഗരസഭയിലെ പൂക്കോത്ത് നടയ്ക്ക് സമീപവും ഉച്ചയ്ക്ക് ശേഷം 2:30-ന് ആന്തൂർ നഗരസഭയിൽപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപവും എത്തിച്ചേരും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര ചൊവ്വാഴ്ച രാവിലെ 10:30-ന് പായം പഞ്ചായത്തിലും ഉച്ചയ്ക്ക് 2:30-ന് അയ്യൻകുന്ന് പഞ്ചായത്തിലും പര്യടനം നടക്കും. കൊല്ലം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്കിടെ PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൌജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വീട്ടമ്മ രമണി തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ വിറക് വെച്ചാണ് തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടുകാരൻ 20 വർഷം കൊണ്ട് കിടപ്പാണ്. കണ്ണു വയ്യാത്ത എനിക്കൊരു മകനേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കൂലിവേല എടുത്ത് ഇങ്ങനെ ഇപ്പൊ ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഇത്രയും കാലം എനിക്ക് ഗ്യാസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഇപ്പോൾ എനിക്ക് ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടി. അതെനിക്ക് ഏറ്റവും വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. ടൂറിസം വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 6-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കനകക്കുന്ന് കൊട്ടാരവളപ്പിനെ അലങ്കരിക്കുന്ന തരത്തിലാണ് പുഷ്പമേള ഒരുക്കുന്നത്.
കനകക്കുന്നിലെ പ്രവേശന കവാടവും നടവഴികളും മരങ്ങളും കൊട്ടാര മതിലുകളും ദീപാലങ്കാരത്തിന്റെ ഭാഗമാകും. ജനുവരി 2 വരെയാണ് പുഷ്പമേള. തിരുവനന്തപുരത്തിന് പുറമെ ടൂറിസം വകുപ്പ് കൊച്ചിയിലും കോഴിക്കോട്ടും പ്രത്യേക ദീപാലങ്കാരങ്ങളും ഇൻസ്റ്റലേഷനുകളും ഒരുക്കുന്നുണ്ട്. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 20 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ 71 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ മാസം 121 കോടി രൂപയാണ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഓസ്ട്രേലിയക്കെതിരെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 75 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 261 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്കായി സ്നേഹ് റാണ 4 വിക്കറ്റ് നേടി. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റിന് 60 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 8 മണിക്ക് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് വൈകുന്നേരം 5:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാനെതിരെ ഗോവ 4-1 വിജയിച്ചു. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ അധിക സർവീസ് ഒരുക്കും. JLN സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവ ഭാഗത്തേക്കും SN സ്റ്റേഡിയത്തിലേക്കുമുള്ള അവസാന ട്രെയിൻ സർവീസ് 11:30 രാത്രി 10 മണി മുതൽ ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് ഉണ്ടായിരിക്കുമെന്നും കൊച്ചി മെട്രോ അറിയിച്ചു. മത്സരം നടക്കുന്നതിനാൽ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ തുടർന്നു വരുന്ന ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 141 അടിയിൽ തുടരുന്നു. അതേസമയം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1300 ഘനഅടിയായി ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് ഇന്നലെ അർദ്ധരാത്രി മുതൽ സെക്കൻഡിൽ 1300 ഘനഅടിയായി ഉയർത്തി. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് തമിഴ്നാടിന്റെ നടപടി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 300 ഘനയടി വെള്ളമായിരുന്നു ടണൽ വഴി തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിയിരുന്നത്. ഡാമിലേക്കുള്ള നീരൊഴുക്കും 1300 ഘനയടിയായതിനാൽ ഏതാനും മണിക്കൂറുകളായി ജലനിരപ്പ് 141 അടിയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ ജലനിരപ്പ് 141 അടിയിലെത്തിയപ്പോൾ തമിഴ്നാട് സർക്കാർ 2ാം ഘട്ട പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ വൃഷ്ടി പ്രദേശത്ത് മഴയില്ലാത്തതിനാലും ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിനാലും റൂൾ കർവ് ലെവലായ 142 അടിയിലേക്ക് എത്താൻ സാധ്യത ഇല്ലെന്ന നിഗമനത്തിലാണ് അധികൃതർ. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉദ്ഘോഷിക്കുന്ന ക്രിസ്മസ് വിപുലമായി ആഘോഷിക്കുന്നതിനായുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും നടക്കും. പുൽക്കൂടുകളും വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളുമായി വീടുകളും ദേവാലയങ്ങളും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ക്രിസ്മസിന്റെ വരവ് ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. കരോൾ സംഘങ്ങൾ വീടുകളിലെത്തി തിരുപ്പിറവിയുടെ ഓർമ്മകൾ പങ്കുവച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. അനുകമ്പയും ഉദാരതയും സാഹോദര്യവും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് തിളക്കമേകട്ടെയെന്നും അതിലൂടെ സാമൂഹിക ഒരുമ ശക്തിപ്പെടട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് ശബരിമല സന്നിധാനത്തെ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര കഴിഞ്ഞ ദിവസം ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. യാത്രാമധ്യേ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി. ഘോഷയാത്ര മറ്റന്നാൾ ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്ത് എത്തിച്ചേരും. 27-ന് ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും. ശ്രീകാര്യത്ത് മണ്ണിടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു. ഒരാളെ പുറത്തെടുത്തു. ഒരാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളി ദീപകാണ് കുടുങ്ങിക്കിടക്കുന്നത്. പുറത്തെടുത്ത തൊഴിലാളി പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശി വിനയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂര പ്രദർശനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വൈകിട്ട് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. തൃശൂർ രാമനിലയത്തിലാണ് യോഗം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 46,560 രൂപയും ഗ്രാമിന് 5,820 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും പുതിയ മന്ത്രിമാർ. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജി നൽകി. വികസന പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാനത്തിന് അർഹമായ പണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു.
മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 141 അടിയിൽ തുടരുന്നു. കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1300 ഘനയടിയായി ഉയർത്തി തമിഴ്നാട്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 75 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.